ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലമായ പത്തനംതിട്ട സർക്കാർ ജനറൽ ആശുപത്രിക്കെതിരെയാണ് ചികിത്സാ പിഴവ് ആരോപണം. ഓമല്ലൂർ സ്വദേശികളായ ദമ്പതികളുടെ 7 വയസ്സുകാരനായ മകനെ ചികിത്സിച്ചതിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നതാണ് പരാതി. സൈക്കിളിൽ നിന്ന് വീണ് കൈക്ക് പരിക്കേറ്റ കുട്ടിക്ക് കൃത്യമായി ചികിത്സ ലഭിച്ചില്ല. കൈക്ക് സംഭവിച്ച ചതവ് ചികിത്സിക്കാതെ പ്ലാസ്റ്റർ ഇട്ട് വിടുകയായിരുന്നു. തുടർന്ന് കുട്ടിയുടെ കൈ പഴുത്ത് വ്രണമായി. കഠിനമായ വേദന മൂലം വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സിക്കാതെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുവാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നുവെന്ന് പിതാവ് മനോജ് പറഞ്ഞു. നമ്മളെ കുഞ്ഞിനെ കൊണ്ട് നമ്മള് കൈക്ക് ചതവായിട്ടാണ് നമ്മൾ അവിടെ ചെന്ന്, നമുക്കത് അറിയത്തില്ല. അവിടെ ചെന്ന് ഡോക്ടറിന്റെ കാഷ്വാലിറ്റി ചെന്ന് OP ടിക്കറ്റ് എടുത്ത് കാര്യങ്ങൾ നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കൈക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞു. നമ്മുടെ എക്സ്റേ എടുത്തോണ്ട് തെളിവ് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ആ ആള് ഓർത്തോടെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറെ വിളിച്ച് കാണിച്ച് വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു കൈക്ക് പൊട്ടലുണ്ട്, അതുകൊണ്ട് പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. ആ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു പ്രത്യേക ചൊവ്വാഴ്ച കൊണ്ടുവന്ന് ഓർത്തോ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. നമ്മളത് ഓർത്തോ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ഡോക്ടർ അത് നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞല്ലേ, അസ്ഥിക്ക് വലിയ ഇതൊന്നുമില്ല, അത് കിടക്കട്ടെ, നമുക്ക് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റാം മനോജെന്ന് പറഞ്ഞു. നമ്മളത് കേട്ട് തിരിച്ചിഞ്ഞു പോന്നു. പിറ്റേ ആ ചൊവ്വാഴ്ച അടുത്താളായപ്പോഴത്തേക്ക് അന്ന് ആ തിങ്കളാഴ്ച ആയപ്പോ കൈക്ക് നല്ല വേദനയായി, നീരുമായി, പഴുപ്പായി. അത് നമ്മൾ വീണ്ടും അവിടെ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ അവര് ഉടനെ കോട്ടയത്തേക്കാണെങ്കിൽ നമുക്ക് എഴുതി തന്നെ, നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോയി, ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് പറ്റത്തില്ല, ഇത് അടിച്ചു കണ്ടേ പറ്റുമോ. നമ്മൾ നിൽക്കുന്ന ഒരു ഓർത്തോടെ ഡോക്ടർ സാറിന്റെ കൂടെ സാറുമായിട്ട് സംസാരിച്ച് സാറിന് അപ്പൊ കുഞ്ഞിന്റെ കൈ കാണണമെന്ന് പറഞ്ഞു. ആ സാറിന് കുഞ്ഞിന്റെ കൈയും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞാൽ അത് പൊട്ടിക്കാൻ പറഞ്ഞു, പ്ലാസ്റ്റർ പൊട്ടിച്ച് കളയാൻ പറഞ്ഞു. അപ്പൊ അവര് സമ്മതിച്ചില്ല. പിന്നെ ഡോക്ടർ അവര് മേഡം സാറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് പൊട്ടിച്ചു. സാറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടനെ പൊട്ടിച്ചു കഴിയുമ്പോൾ പഴുപ്പ് നിന്നില്ല, കൈ വികൃത രൂപമായി. അപ്പൊ സാറ് പറഞ്ഞു പിന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് അവരോടനെ വിട്ടു. എന്നാൽ ഞങ്ങളോട് പിന്നെ 108 ആംബുലൻസും വിളിച്ച് എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോകണം. കുറച്ചുകൂടി വൈകിയിരുന്നുവെങ്കിൽ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയാകുമായിരുന്നുവെന്ന് പിതാവ് പറയുന്നു. നിലവിൽ 7 വയസ്സുകാരൻ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരാതിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ആശുപത്രിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സീ മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.